ഹായ് നമസ്കാരം. നമുക്ക് 4 മുട്ട പുഴുങ്ങിയെടുക്കാം. നമുക്കൊരു 4 മുട്ട എടുക്കാം. ഞങ്ങൾ 4 ആളുണ്ട്. അപ്പോൾ 4 ആൾക്ക് ഓരോ മുട്ട വെച്ചിട്ട് ഇപ്പോൾ 1 2 3 4 അപ്പോൾ 4 മുട്ട എടുത്തിട്ട് ഇത് നമുക്ക് കഴുകിയെടുക്കാം. ഇനി മുട്ട കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതൊന്ന് പുഴുങ്ങാൻ വയ്ക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ മുട്ട പാകമായിട്ട് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് പുഴുങ്ങി പാകമായി വരുന്നവരെ നോക്കിയിരിക്കാം. അടിപൊളി. അപ്പോൾ മുട്ട അവിടെ കിടന്ന് റെഡി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു ഉപ്പേരിയൊക്കെ പരിപാടി വരട്ടെ. പാവയ്ക്കുപ്പേരി. വേസ്റ്റൊക്കെ നമുക്ക് നിൽക്കിടാം. കൈപ്പയ്ക്കാരുടെ ഉള്ളിലത്തേക്ക് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചെറുതാക്കി കൈപ്പയ്ക്ക പാവയ്ക്ക അരിഞ്ഞ് വരും. ഇനി നമുക്കൊന്ന് വൃത്തിയായിട്ട് പാവയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക മെഴുക്ക് വരട്ടി വയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചീച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇത് നമുക്ക് ഈ പാവയ്ക്ക വലിച്ചിടാം. പെട്ടെന്ന് അടിയെ പിടിച്ചാലും അത് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ചിലപ്പോൾ അടിയിൽ പിടിച്ചാലോ അറിയാം. അപ്പോൾ നമുക്ക് ഈ കൂട്ടരുന്ന് കാച്ചെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളുത്തുള്ളിയും സവാളയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിടാം. നമുക്ക് അതിൽ കുറച്ച് വേപ്പിലിടാം. 2 കറി കാച്ചാണ്. മുളക് പൊടി ഇടാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ആദ്യം ഈ പയർ കൂട്ടാനിലേക്ക് ഇടാം. കയ്പയ്ക്ക കൂട്ടാൻ കാച്ചെടുക്കാം. ബാക്കിയുള്ള ഇതിൻ്റെ കൂടെ നമുക്കൊരു ചൂനമുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല രസം. 10-30 ചൂനമുളക് എടുത്തിട്ടുണ്ട്. ഒരു പുളിക്ക് വരെ മാങ്ങ ഇടാം. പിന്നെ കുറച്ച് സവാളയും ഉള്ളിയും ചെറുള്ളിയാണ്. ചെറുള്ളി ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളി തകനിയില്ല. ഉപയോഗിച്ച് മാങ്ങ ഒരു ചെറിയ പീസ് എടുക്കാം. ചെറിയ പീസ് ഇട്ടാൽ മതി. വല്ലാണ്ട് പുളി പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര മണം. തൊലി ഒന്ന് കളയാം. തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചൂനിയമുളകിലേക്ക് ഈ ഉള്ളി, സവാളയിലേക്കും അല്ല ചെറുള്ളിയിലേക്കും ഈ മാങ്ങ പൊടി, ചെറുള്ളി, മാങ്ങ. ഇനി ഇത് മിക്സിയിലിട്ട് അടിക്കും. അടിപൊളിയായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് അരയ്ക്കാൻ പറ്റും. ഒന്നുകൂടി സ്മൂത്തായിട്ടുള്ളത് ഈ ചെറിയ പാത്രത്തിലേക്ക് ആക്കാം. ഞാനൊരു കൊച്ചു ടീസ്പൂൺ ഉണ്ടല്ലേ. എന്താ മണം. നമുക്ക് ഇനി അതിലേക്ക് ഈ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി കുറച്ച് ഉപ്പിടാം. അടിപൊളി സൂപ്പർ. ഞാൻ മതി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.